നമസ്കാരം. PV അൻവറിനെ ചതിച്ചത് ഇടതുപക്ഷമോ വലതുപക്ഷമോ? ഈ സംശയം സജീവമാക്കുന്നതാണ് PV അൻവറിന്റെ പത്രസമ്മേളനം. എനിക്കൊന്നിനും ശേഷിയില്ലെന്നും നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും അൻവർ പറയുന്നു. UDF പ്രവേശനത്തിനായി താൻ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ വെളിപ്പെടുത്തി നിലമ്പൂർ മുൻ MLA PV അൻവർ ചർച്ചയ്ക്ക് പുതിയ മാനം നൽകുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇനിയില്ലെന്നും നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ. നിലമ്പൂരിന് പകരം താൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ചോദിച്ചിരുന്നതായും ബേപ്പൂരിൽ മത്സരിക്കാനാണ് തനിക്ക് മറുപടി ലഭിച്ചതെന്നും അൻവർ പറഞ്ഞു. മലമ്പുഴ നൽകാമെന്നും കോൺഗ്രസ് പറഞ്ഞു. അതായത് ഉറപ്പുള്ള സീറ്റൊന്നും നൽകാമെന്ന് കോൺഗ്രസ് അൻവറിന് ഉറപ്പ് നൽകിയില്ല. ഫലത്തിൽ അൻവറിനെ വേണ്ടെന്ന് പറയാതെ പറയുകയായിരുന്നു കോൺഗ്രസ്. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഈ സൂചനകളുള്ളത്. തിരുവമ്പാടി സീറ്റ് മത്സരിക്കാൻ നൽകില്ലെന്ന് ലീഗ് പറഞ്ഞുവെന്നും അൻവർ സമ്മതിക്കുന്നു. അതായത് ലീഗ് ജയിക്കാത്ത തിരുവമ്പാടി സീറ്റ് പോലും അൻവറിന് അവർ നൽകിയില്ല. അൻവറിനോട് ഒരു താല്പര്യവും ലീഗും കാണിച്ചില്ലെന്ന് വ്യക്തം. ഇങ്ങനെ അൻവർ തകരുമ്പോൾ നിലമ്പൂരിൽ CPM-ഉം കോൺഗ്രസും നേർക്കുനേർ പോരടിക്കും. നിലമ്പൂരിന്റെ അൻവറിസത്തെ തന്ത്രപരമായി കോൺഗ്രസ് തകർത്തു. അതിന്റെ സൂചനകളാണ് അൻവറിന്റെ വാക്കുകളിലുള്ളത്. പിണറായിസിനെതിരെയുള്ള പോരാട്ടം നിലമ്പൂരിൽ കോൺഗ്രസ് ഏറ്റെടുത്തു. അതിന് വേണമെങ്കിൽ അൻവറിന് പങ്കാളിയാകാം. ഇതിനിടെ ഇനിയും തനിക്ക് UDFിലേക്ക് വഴി തുറക്കുമെന്ന പ്രതീക്ഷ അൻവറിനുണ്ട്. നിലമ്പൂരിൽ സജി മഞ്ഞക്കടമ്പലിനെ മത്സരിപ്പിക്കാനും അൻവർ ശ്രമിച്ചു. എന്നാൽ തനിക്കൊരു സാധ്യതയും ഇല്ലാത്തയിടത്ത് മത്സരിക്കാൻ സജി മഞ്ഞക്കടമ്പലും തയ്യാറായില്ല. അങ്ങനെയാണ് നിലമ്പൂരിൽ നേരിട്ടുള്ള മത്സരം CPM-ഉം കോൺഗ്രസും തമ്മിൽ ഉണ്ടാകുന്നത്. BJP മുൻനിര സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നത് തന്നെയാണ് വിലയിരുത്തൽ. അൻവർ മാറുന്നതോടെ ആര്യാടൻ ഷൗക്കത്തിന് വലിയൊരു സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. പിണറായിസത്തെ തകർക്കാൻ നിലമ്പൂരിലായാൽ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പും ജയിക്കാമെന്നാണ് പ്രതീക്ഷ. എന്നാൽ M സ്വരാജിലൂടെ നിലമ്പൂരിൽ കരുത്ത് കാട്ടാൻ CPM-ഉം സർവ്വസജ്ജം. ഇതിനിടയിൽ നിലമ്പൂരിൽ അപ്രസക്തനാകുകയാണ് അൻവർ. മുൻ MLA-യുടെ വാക്കുകളിലും അത് വ്യക്തമാണ്. ഒരുപാട് ചർച്ചകൾ നടത്തി. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഷൗക്കത്തിനെ അംഗീകരിക്കാമെന്നും പറഞ്ഞു. ഒറ്റ കാര്യമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. തൃണമൂൽ കോൺഗ്രസിനെ UDFിന്റെ ഘടകകക്ഷിയാക്കാമെന്ന് രേഖാപരമായോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയോ വേണം. ഞാൻ എൻ്റെ ഉറച്ച സിറ്റിംഗ് സീറ്റാണ് നൽകിയത്. അതുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ നിയമസഭയിൽ പറയാൻ ഒരു സിറ്റിംഗ് സീറ്റും ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവർ നാളെ എന്നെ ചവിട്ടി പുറത്താകും. അത് ഇപ്പോഴാണ് ആവശ്യപ്പെട്ടത്, മുമ്പ് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. മുസ്ലിം ലീഗ് എനിക്ക് സീറ്റ് നൽകേണ്ട കാര്യമില്ല. നിലമ്പൂർ സീറ്റ് ഞാൻ കോൺഗ്രസിനാണ് നൽകിയത്. അവരാണ് എനിക്ക് സീറ്റ് നൽകേണ്ടത്. അപ്പോൾ അവരാണ് നൽകേണ്ടത്. ലീഗ് നേതൃത്വവും അങ്ങനെയാണ് പറഞ്ഞത്. അത് ന്യായമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചുകൂടെ എന്നാണ്. ആദ്യം പറഞ്ഞു മലമ്പുഴ തരാമെന്ന്, പിന്നീട് ബേപ്പൂർ. ഒരൊറ്റ വ്യക്തിയാണ് തന്നെ കൊന്നു കൊല വിളിച്ചത്, UDF നേതൃത്വമല്ല, അൻവർ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് അൻവർ ഉന്നം വെക്കുന്നത്. ലീഗിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതുമില്ല. ഇനി UDFിലേക്ക് പോകേണ്ട സാഹചര്യം അൻവർ മുന്നിൽ കാണുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ നയതന്ത്രം. മലമ്പുഴ സീറ്റ് തൃണമൂൽ ഏറ്റെടുക്കാമെന്ന് UDFിനോട് പറഞ്ഞിരുന്നു. UDF സ്ഥിരമായി തോൽക്കുന്ന 2 സീറ്റാണ് പിന്നീട് അഭ്യർത്ഥിച്ചത്. അവസാനം ഒരു സീറ്റ് ചോദിച്ചു. ഘടകകക്ഷി സ്ഥാനം വേണ്ട, അസോസിയേറ്റ് പദവി മതിയെന്നും പറഞ്ഞു. UDF നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് അറിയാനാണ് ചോദിച്ചതെന്നും അൻവർ പറയുന്നു. ബേപ്പൂരിൽ മത്സരിച്ചുകൂടെ എന്ന് ചില UDF നേതാക്കൾ ചോദിച്ചു. എന്നെ കൊന്നു കൊലവിളിക്കാനാണ് തീരുമാനം. ഒറ്റ വ്യക്തിയാണ് ഇതിന് പിന്നിൽ, അല്ലാതെ UDFിലെ മറ്റുള്ളവരല്ല. പിണറായിസിനെതിരെ പോരാടിയ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട UDF നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായില്ല. പിണറായിസം മാറ്റി നിർത്തി. മറ്റുള്ള ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. അതിൽ വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ല. CPM സ്ഥാനാർത്ഥി M സ്വരാജ് പിണറായിസത്തിന്റെ വക്താവാണ്. പിണറായിസത്തെ താലോലിക്കുന്നതിൽ സ്വരാജ് മുൻപന്തിയിലാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്നതിന് കാരണങ്ങളുണ്ടെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഉടൻ PV അൻവറിനെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിക്കാൻ UDFിൽ ധാരണയായിരുന്നു. UDFിന് പുറത്തു നിർത്തിയുള്ള സഹകരണമാണിത്. ഇക്കാര്യം അൻവറിനെ അറിയിക്കാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഷൗക്കത്തിനുള്ള പിന്തുണ അറിയിച്ചാൽ അദ്ദേഹവുമായിട്ടുള്ള സഹകരണം UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ അൻവർ ഇതിന് വഴങ്ങിയില്ല. ഇതോടെ UDF അൻവറിലെ ചർച്ചകളും ഇനി അവസാനിപ്പിക്കും.